തൃത്താല ബ്ലോക്കിലെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങളെല്ലാം തന്നെ വളരെ വലിയ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണുള്ളത്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുള്ള ഭൂമികൾ നികുതി അടക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് ഈ ഭൂമി വീണ്ടും സബ് ഡിവിഷൻ നടത്തണം, അല്ലെങ്കിൽ ഡിജിറ്റൽ സർവേ വീണ്ടും നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ സബ് ഡിവിഷൻ നടത്തുമ്പോൾ എൻ്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ പണം അടയ്ക്കേണ്ടതായിട്ട് വരികയാണ്. ആ രീതിയിൽ ജനങ്ങൾ വലിയ ആശങ്കയിലും മാനസിക സംഘർഷത്തിലുമാണുള്ളത്. ഒരു വില്ലേജ് ഓഫീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സേവനത്തിന് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് ലാൻഡ് ടാക്സ് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഈ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ലഭിക്കണമെങ്കിൽ ഈ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിരിക്കണം. ഈ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് ആ ഭൂമി കൃത്യമായിട്ട് അതിർത്തി നിർണ്ണയിച്ചാൽ മാത്രമേ നികുതി അടയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ ആളുകൾക്ക് നികുതി അടയ്ക്കാൻ സാധിക്കുന്നില്ല. ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുള്ള പഞ്ചായത്തുകളിലെ 90% ആളുകളും വളരെ വലിയ ആശങ്കയിലാണ്. ഈ ആശങ്ക പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സർവേ കഴിഞ്ഞിട്ടുള്ള ഭൂമികൾ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു സർവേ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭൂമികളിൽ കൃത്യമായിട്ടുള്ള സർവേ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് സർക്കാർ കൃത്യമായിട്ട് ഇതിന് ഒരു നയരൂപീകരണം നടത്തുകയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സർക്കുലർ തയ്യാറാക്കുകയോ ചെയ്ത് ആളുകളെ ഇതിൻ്റെ ആശങ്ക പരിഹരിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം. അതല്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും അതുപോലെ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്കും ഭാരതീയ ജനതാ പാർട്ടി കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിക്ക് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായിട്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും.